കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടൻ മുകേഷും അതുപോലെ തന്നെ ഉർവശിയൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പൂജ ചടങ്ങിൽ മുകേഷും ഉർവശിയും പഴയ കുറച്ച് അവരുടെ കഥകളൊക്കെ പറഞ്ഞ് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോളി രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ആ പൂജാ ചടങ്ങിൽ പങ്കെടുത്തവർക്കും അത് ഓർമ്മയുണ്ടാവും. അതിൽ ഇവർ രണ്ടുപേരും പറഞ്ഞൊരു പേരുണ്ട്, ഡ്രൈവർ കുട്ടപ്പൻ. അതായത് സിനിമാ സെറ്റുകളിൽ ഇവർക്കെല്ലാവർക്കും എന്താ പറയുക ഭയങ്കര പരിചിതമായ ഒരു ഡ്രൈവർ കുട്ടപ്പൻ്റെ ഒരു കഥ പറഞ്ഞു തന്നു. ആക്ച്വലി ഈ ഒരു ഡ്രൈവർ കുട്ടപ്പനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുട്ടപ്പൻ്റെ ഒരു സ്വഭാവത്തെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കഥാപാത്രം, ലാലേട്ടൻ്റെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു സിനിമയെക്കുറിച്ച്, ആ ഒരു ക്യാരക്ടറെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൺപതുകളിലൊക്കെ സിനിമകളിൽ യൂണിറ്റിൽ വണ്ടി ഓടിയിരുന്ന, എന്താ പറയുക, വണ്ടി ഓടിച്ചിരുന്ന ഒരു ഡ്രൈവറായിരുന്നു കുട്ടപ്പൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ മുതൽ താരങ്ങൾ, നിർമ്മാതാവ് എല്ലാവരും അദ്ദേഹം ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ സർവകലാശാല എന്ന് പറയുന്ന ഒരു സിനിമ, വേണുനാഗോടിയുടെ ഒരു സിനിമ, അപ്പോൾ അതിനെക്കുറിച്ച് നടൻ നന്ദു പറഞ്ഞൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നന്ദു പറഞ്ഞത് ഈ പറയുന്ന പോലെ നന്ദു അതിൽ ആദ്യമായിട്ട് അഭിനയിക്കണം. അപ്പോൾ നന്ദുവിനായിട്ട് ചെറിയൊരു സംഭവമൊക്കെ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നന്ദുവിനെ പുറത്താക്കണം എന്നൊക്കെ പ്രൊഡ്യൂസറോടൊക്കെ പറഞ്ഞ് ഈ കുട്ടപ്പൻ ഭയങ്കര ഒരു കളി കളിച്ചു. പക്ഷെ പിന്നീട് കുട്ടപ്പൻ നന്ദുവിനായിട്ട് ഭയങ്കര അടുത്ത സുഹൃത്തായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്ദു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുട്ടപ്പൻ്റെ സ്വഭാവം, അദ്ദേഹം ഓടിക്കുന്ന വണ്ടിയുമായി അദ്ദേഹം സംസാരിക്കും. അതായത് കാറാണ്, അപ്പോൾ ആ കാറിനായിട്ട് അദ്ദേഹം സംസാരിക്കും, കാറിനെ സുന്ദരി എന്ന് വിളിക്കും. അതായത് കാറിനെ ഒരു എന്താ പറയുക, ഒരു സ്വന്തം ഭാര്യയെ പോലെയോ കാമുകി പോലെയോ ഇങ്ങനെയൊക്കെ കാണുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടീനെ എന്തോ കളിയാക്കിയിട്ട് നന്ദു പറഞ്ഞതിനാണ് കുട്ടപ്പന് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നീട് പ്രൊഡ്യൂസറൊക്കെ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടപ്പൻ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടപ്പന് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, ജീവിതത്തിലെ എന്താ പറയുക സ്വന്തമായിട്ടുള്ള ഒരാളെ പോലെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ കുട്ടപ്പൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഓട്ടോയിൽ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ. നമുക്കറിയാം, ഓട്ടോയിൽ ഓട്ടോറിക്ഷയായിട്ട് സംസാരിക്കുന്നു, സുന്ദരി എന്ന് പറഞ്ഞ് പേരിടുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഓട്ടോ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഈ ഒരു ക്യാരക്ടർ എത്തിയത്. അപ്പോൾ ഓട്ടോ എന്ന് പറഞ്ഞ സിനിമ ആ ഒരു സിനിമ വേണുനാഗവള്ളിക്ക് എത്തിയതിനും ഒരു കഥയുണ്ട്. അതായത് വേണുനാഗവള്ളി അന്ന് കുറച്ച് സിനിമകളൊക്കെ ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് മണിമുള്ള രാജു വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ വെള്ളാനകളുടെ നാട് കഴിഞ്ഞിട്ട് പ്രിയദർശൻ, മണിമുള്ള രാജു, മോഹൻലാൽ ടീം വീണ്ടും ഒന്നിക്കാം എന്നൊക്കെ ചർച്ച നടന്നപ്പോഴാണ് മോഹൻലാൽ പറഞ്ഞത് വേണുനാഗവള്ളിക്ക് ഒരു സിനിമ അടുത്തത് കൊടുത്താലോ എന്ന് ചോദിച്ചിട്ടാണ് വേണുനാഗവള്ളിക്ക് ഓട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റ് വേണുനാഗവള്ളി സംവിധാനം ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പിന്നെ ഒരു കഥയൊക്കെ ആലോചിക്കുന്നതും. അത് മോഹൻലാൽ തന്നെ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കഥ ഡിസ്കസ് ചെയ്തപ്പോൾ മോഹൻലാലാണെന്ന് തോന്നുന്നു ആ ഒരു ഐഡിയ പറഞ്ഞത്, നമുക്കൊരു ഓട്ടോ ഡ്രൈവറുടെ കഥ ഒരു ത്രൂ ഔട്ട് അതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു നമുക്കറിയാം. ഇന്നും ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ പിന്നീട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഓട്ടോയാണ് ഒരു ഓട്ടോ ഡ്രൈവർമാർക്കൊക്കെ ഹരമായത്. കാരണം അവരുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ അവരിൽ ഒരാളായിട്ട് ചെയ്യുന്നു. പിന്നീട് ഭാഷാ സിനിമയിലൊക്കെ രജനീകാന്ത് ഓട്ടോ ഡ്രൈവറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഭാഷയാണ്. പക്ഷെ മലയാളത്തിൽ എന്തായാലും ഓട്ടോയാണ്. അപ്പോൾ ഓട്ടോ അന്ന് ശരിക്കും ഷൂട്ട് ചെയ്തത് കോഴിക്കോടാണ്. കോഴിക്കോട് നടക്കുന്ന കഥയായിട്ടാണ്. പക്ഷേ മോഹൻലാൽ സംസാരിക്കുന്ന തിരുവനന്തപുരം ഭാഷയാണ്. അത് മോഹൻലാലിൻ്റെ തിരുവനന്തപുരം ഭാഷയാണ്. അപ്പോൾ ഇവർക്കത് ഓക്കെ ചെയ്തു. അപ്പോൾ തമാശ രൂപേണ തന്നെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്തുനിന്ന് കോഴിക്കോട് നിന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നതായിരിക്കാം സുധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നായികയായിട്ട് രേഖ വരുന്നു. അപ്പോൾ രേഖയും അന്ന് ശരിക്കും പറഞ്ഞാൽ സാമാന്യം പുതുമുഖമാണ്. അന്ന് റാംജി റാവുലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവർ മലയാളത്തിൽ പുതുമുഖമാണ്. അപ്പോൾ അങ്ങനെയാണ് ഓട്ടോ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ അതിൻ്റെ ഒരു കാസ്റ്റ് നമുക്കറിയാം, അശോകനും ഗണേഷിനും കുതിരട്ടം പപ്പുവിൻ്റെ ക്യാരക്ടർ. അതിൽ ശരിക്കും അശോകന് അതിൽ റോളില്ലായിരുന്നു. പക്ഷേ വേണുനാഗവള്ളിയുടെ മുമ്പത്തെ സിനിമകളൊക്കെ അശോകനൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അശോകൻ പറഞ്ഞു, എനിക്കതിൽ എങ്ങനെയെങ്കിലും റോൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നിട്ട് അശോകനെ ആ റോളിലേക്ക് വിളിക്കുന്നത്. രവീന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ഇതേപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് ശരിക്കും ഒരു 90കളിന് ശേഷമാണ് രവീന്ദ്രൻ ഒന്ന് ഭയങ്കരമായിട്ട് സിനിമകളിലോട്ട് വന്നത്. അതിന് മുമ്പുണ്ട് 80s ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ സമയത്ത് രവീന്ദ്രനും ഇത്തിരി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് ഈ ഒരു സിനിമ രവീന്ദ്രന്, എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ തന്നെ താല്പര്യമായിരുന്നു, രവീന്ദ്രനെ റോൾ കൊടുക്കണം, അല്ല ആ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് രവീന്ദ്രനെ വിളിക്കുന്നു. ഈ ഒരു സിനിമ 90ൽ സൂപ്പർ ഹിറ്റായ ശേഷം പിന്നീട്
ഹിസൈനസ് അബ്ദുള്ളയും അതുപോലെ തന്നെ ഭരതവും നമുക്കറിയാം ഒരുപാട് സിനിമകൾ, കമലദളം പോലത്തെ സിനിമകളൊക്കെ, രവീന്ദ്രൻ, മോഹൻലാൽ സിനിമകളിൽ രവീന്ദ്രൻ മാഷ് ഒരുപാട് സിനിമകൾ നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, രവീന്ദ്രൻ മാഷ് ഇതിൽ അടിപൊളി, രവീന്ദ്രൻ മാഷ് നമുക്ക് ക്ലാസിക്കൽ അല്ലെങ്കിൽ മെലഡിയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ രവീന്ദ്രൻ മാഷും അടിപൊളി പാട്ടുകൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം സുന്ദരി സുന്ദരി AEIOU എന്ന് പറയുന്ന പാട്ടൊക്കെ അന്ന് തിയേറ്ററിലൊക്കെ ഭയങ്കര കയ്യടി കിട്ടിയിരുന്ന ഒരു സോങ് ആയിരുന്നു, ലാലേട്ടൻ പാടുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് രവീന്ദ്രൻ മാഷ് ഒരുപാട് അടിപൊളി പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നു ഓട്ടോ ആയിരിക്കാം ഒരു 2ാം വരവ് രവീന്ദ്രൻ മാഷിന് കൊടുത്തത്. ഈ ഒരു സിനിമ 90 ജനുവരിയിലാണ് റിലീസ് ചെയ്യുന്നത്. ആ 90 എന്ന് പറയുന്നൊരു വർഷം ലാലേട്ടൻ്റെ ഹിറ്റ് വർഷമാണ്. ആ ഒരു ഹിറ്റ് വർഷത്തിൻ്റെ തുടക്കം ഓട്ടോ ആയിരുന്നു. അപ്പോൾ അന്ന് ഓട്ടോ റിലീസിന് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, അത് PKR പിള്ളയാണെന്ന് തോന്നുന്നു, ഡിസ്ട്രിബ്യൂട്ടർ മണിമുള്ള രാജുവിൻ്റെ അടുത്ത് ചോദിച്ചത് ഇപ്പോൾ അത് ഇറക്കണമെന്നുണ്ട്. കാരണം ആ സമയത്ത് മോഹൻലാലിൻ്റെ തന്നെ 5 6 സിനിമകൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നൊരു സമയമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഹിസൈനസ് അബ്ദുള്ളയുണ്ട്, നമ്പർ 20 മഞ്ജു അസ്മയിലുണ്ട്, ഇപ്പോൾ കുറേ സിനിമകളൊക്കെ കടത്തുന്ന അമ്പാടി, ഇങ്ങനെ കുറേ സിനിമകളൊക്കെ ആ സമയത്ത് റിലീസ് ആവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കൊന്ന് മുഖം എന്ന് പറയുന്ന ഒരു സിനിമ, അതൊക്കെ ഒരു ഏപ്രിലാണ് റിലീസായത്. പക്ഷേ കുറച്ച് സിനിമകൾ മോഹൻലാലിൻ്റെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ഇറക്കണോ എന്നുള്ള സംശയത്തിലാണ്. പക്ഷേ മണിമുള്ള രാജു പറഞ്ഞു ഇറക്കണം എന്ന് പറഞ്ഞിട്ടാണ് മണിമുള്ള രാജു ജനുവരിയിൽ, എനിക്കൊന്ന് ജനുവരിയോ ഫെബ്രുവരിയോ ആണ്, 90 ജനുവരി ഫെബ്രുവരിയിലാണ് സിനിമ ഇറക്കുന്നത്. പക്ഷേ ഇത്രയും ഹിറ്റുകളും ഇത്രയും മറ്റ് സിനിമകളൊക്കെ ഉണ്ടെങ്കിലും ആ വർഷത്തെ എനിക്കൊന്ന് ടോപ്പ് 3യിൽ ഒരു സിനിമയായിരുന്നു. ഹിസൈനസ് അബ്ദുള്ള ആയിരുന്നു തോന്നുന്നു 90 ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ഈ പറയുന്ന പോലെ ഓട്ടോ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതേ വർഷം തന്നെയാണ് ലാൽ സലാം വേണുനാഗവള്ളിയുടെ മോഹൻലാൽ കൂട്ടുകെട്ടിൽ സിനിമ റിലീസ്. പക്ഷേ എനിക്കൊണ്ട് വേണുനാഗവള്ളി ചെയ്ത സിനിമകളിലും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയും ഓട്ടോ തന്നെയായിരിക്കും ഇന്നും. അതിനുശേഷം എത്രയോ ഓട്ടോറിക്ഷക്കാർക്ക് അവർ സുന്ദരി എന്ന് പേര് അവരിട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാർക്ക് അവർക്ക് എന്താ പറയുക, അവരിൽ ഒരാൾ ഹീറോ ആയി വന്ന പോലെയൊക്കെയായിരുന്നു ആ ഒരു സിനിമയിൽ ലാലേട്ടനൊക്കെ ഇത് ചെയ്തത്. എന്തായാലും ഓട്ടോ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീനുകളും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഡ്രൈവർ കുട്ടപ്പൻ, ഈ ഡ്രൈവർ കുട്ടപ്പനെ കുറിച്ച് എനിക്ക് ഈ അടുത്താണ് ഡ്രൈവർ കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മുടെ മുകേഷ് ഏട്ടൻ്റെയൊക്കെ ഉർവശി ചേച്ചിയുടെയൊക്കെ അവരുടെ ഒരു ഓഡിയോ ലോഞ്ചിൽ ഇവർ പറഞ്ഞതാണ് ഞാൻ കേട്ടത്. കൂട്ടത്തിൽ ഞാൻ ഈ ഓട്ടോനെ കുറിച്ച് ഒന്ന് റിസർച്ച് നടത്തിയപ്പോഴാണ് നന്ദു പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ ഞാൻ നന്ദുവിൻ്റെയും കേട്ടത്. അപ്പോൾ എനിക്കിത് രസകരമായിട്ടുള്ള കഥാപാത്രമായിട്ട് തോന്നി കുട്ടപ്പൻ. നിങ്ങൾക്ക് കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരു കേട്ടോ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ലാന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അറിയുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന കഥകൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.